ലക്നൗ സൂപ്പർ ജയൻസിനെതിരെ വിജയം നേടിയതോടുകൂടി ആദ്യ ക്വാളിഫയറിലേക്കാണ് RCB യോഗ്യത നേടിയിരിക്കുന്നത്. നാളെ നടക്കുന്ന ആദ്യ ക്വാളിഫയറിൽ പഞ്ചാബ് കിങ്സ് ആണ് RCBയുടെ എതിരാളികൾ. ജയിക്കുന്ന ടീമിന് ഡയറക്റ്റായിട്ട് ഫൈനലിലേക്ക് കടക്കാമെന്നുള്ളതിനാൽ തന്നെ എന്തുവില കൊടുത്തും മത്സരം വിജയിക്കുക തന്നെയായിരിക്കും രണ്ട് ടീമുകളുടെയും ലക്ഷ്യം. എന്നാൽ ക്വാളിഫയറിന് തയ്യാറെടുക്കുന്ന RCB ടീമിൽ നിന്നും രണ്ട് അപ്ഡേറ്റുകളാണ് വന്നിരിക്കുന്നത്. ഈ റിപ്പോർട്ടുകളാണ് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. അപ്രതീക്ഷിതമായ ഒരു വിജയം തന്നെയായിരുന്നു RCB ഇന്നലെ നേടിയെടുത്തത്. ക്യാപ്റ്റൻ ജിതേഷ് ശർമ്മയുടെ തകർപ്പൻ ബാറ്റിംഗിന്റെ കരുത്തിലാണ് ലക്നൗ സൂപ്പർ ജയൻസിനെതിരെ അസാധ്യമെന്ന് തോന്നിച്ച ടോട്ടൽ RCB ചേസ് ചെയ്തത്. ഒരിക്കൽ കൂടി കോഹ്ലിയും ബാറ്റിംഗിൽ തിളങ്ങിയപ്പോൾ രണ്ടാം സ്ഥാനക്കാരായാണ് ഈ വർഷ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ RCB അവസാനിപ്പിച്ചത്. എന്നാൽ നിർണായക ക്വാളിഫയറിനായി ഇറങ്ങും മുൻപ് ടീമിലെ പോരായ്മകൾ പരിഹരിക്കാൻ തന്നെ ഇപ്പോൾ RCB തയ്യാറായിരിക്കുകയാണ്. ആദ്യം തന്നെ ക്യാപ്റ്റൻസിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ജിതേഷ് ശർമ്മയുടെ ബോളിംഗ് സെലക്ഷൻ അത്ര നല്ലതായി കാണുന്നില്ല. പല ബോളിംഗ് ഓപ്ഷനുകളും റോങ് ആയി തന്നെയാണ് താരം ചൂസ് ചെയ്യുന്നത് എന്നുള്ള വിമർശനങ്ങൾ ഇതിനോടകം തന്നെ ഉയരുന്നുണ്ട്. ഇന്നലെ ലക്നൌവിനെതിരായ മത്സരത്തിൽ ഭുവനേശ്വർ കുമാറിനെ പവർ പ്ലേയുടെ ആദ്യ ഓവറുകളിൽ ഉപയോഗിക്കാതിരുന്നതും മികച്ച രീതിയിൽ പന്തെറിഞ്ഞ കൃണാൽ പാണ്ഡ്യയ്ക്കുള്ള 2 ഓവർ നൽകാതിരിക്കുകയും ഉൾപ്പെടെ ബോളിംഗ് സെലക്ഷനിലെ വീഴ്ചകളും അതോടൊപ്പം തന്നെ ഫീൽഡ് പ്ലേസ്മെന്റും ഉൾപ്പെടെ ജിതേഷ് ശർമ്മയുടെ ക്യാപ്റ്റൻസിയിൽ ചോദ്യമായി എത്തിയിട്ടുണ്ട്. എന്നാൽ ആദ്യ ക്വാളിഫയറിലേക്ക് എത്തുമ്പോൾ ജിതേഷ് ശർമ്മ മാറി വീണ്ടും രജത് പാട്ടീദാർ ക്യാപ്റ്റൻസിയിലേക്ക് എത്തുമെന്നുള്ള റിപ്പോർട്ടുകളാണ് കാണുന്നത്. തീർച്ചയായിട്ടും രജത് പാട്ടീദാറിന്റെ ക്യാപ്റ്റൻസിയിൽ മികച്ച നേട്ടങ്ങൾ തന്നെയാണ് RCB നേടിയിട്ടുള്ളത്. കൈവിട്ടുപോയ പല മത്സരങ്ങളും നിർണായകമായ ക്യാപ്റ്റൻസിയിലൂടെ തിരികെ കൊണ്ടുവരാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം വീണ്ടും ക്യാപ്റ്റൻസിയിലേക്ക് എത്തുന്നു എന്നുള്ള വാർത്ത RCBക്ക് ആവേശം നൽകുന്ന ഒന്നായി മാറിയിട്ടുണ്ട്. അതുപോലെ ഇന്നലെ ജോഷ് ഹേസൽവുഡ് ടീമിന് വേണ്ടി കളിച്ചിരുന്നില്ല. ആദ്യ ക്വാളിഫയറിന് അദ്ദേഹം കൂടി അവൈലബിൾ ആയിരിക്കും എന്നുള്ള ഒരു കൺഫർമേഷനാണ് ഇന്ന് രാവിലെ ടീമിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. നാളെ നടക്കുന്ന മത്സരത്തിനായി അദ്ദേഹം തയ്യാറെടുപ്പുകൾ ആരംഭിച്ചുവെന്നും പ്ലേയിങ് ലെവലിൽ അദ്ദേഹം ഉണ്ടായിരിക്കുമെന്നുള്ളൊരു അപ്ഡേറ്റ് ഇന്ന് എല്ലാ ദേശീയ മാധ്യമങ്ങളിലും RCB ഉദ്ധരിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് ഏറ്റവും മികച്ച ഒരു പ്രകടനത്തിലൂടെ ഫൈനൽ എത്താനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് RCB എന്ന് നിസ്സംശയം പറയാം. വീഡിയോ അവസാനിക്കുന്നു. ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.